ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി. ഗംഗേ തുടിയിൽ ഉണരും പ്രകുട കേട്ടു മിണ്ടാണ്ട് കിടന്നോളാം. കൂടുതൽ ഒച്ചെടുത്താണല്ല ചൂട് വയറിനെ തലകൂടെ വെച്ച് തരും. നിങ്ങൾ ഒറ്റ ഒരാളാണ് ഇങ്ങനെ കൊണ്ട് വഷളാക്കണത്. അതെങ്ങനെ? ഒരുത്തം ഉണ്ടല്ലോ ഇവിടെ എല്ലാം എത്തിച്ചു കൊടുക്കാനായിട്ട്. ഇനി എന്റെ നെഞ്ചത്തോട്ട് കേറിക്കോ, അതല്ലേലും കറങ്ങി തിരിഞ്ഞ് എന്റെ തലമണ്ടലോട്ടേ വന്ന് കേറും. ഇല്ല വേദനയില്ല. നിനക്ക് ഈ സാധനം മേടിച്ചാ തുരുമിനെ പറഞ്ഞാൽ മതി. പറടാ പറ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റോട്ട് കാണിച്ചു തരാം നിനക്കൊക്കെ ഞാൻ. ഓ ഇല്ലെങ്കിൽ ഇയാളങ്ങ് മറിച്ചു തന്നെ. ഞാൻ അപ്പഴേ പറഞ്ഞല്ല കുട്ടണ്ണ, വെള്ളമായിട്ട് പൊരിയും കെട്ടി പോകണ്ടത്. അങ്ങയുടെ ഒരു ഒടുക്കത്ത ഐഡിയ. ഇനി എന്റെ ഐഡിയ കുറ്റം പറഞ്ഞു നീയൊക്കെ എല്ലാം കൂടി ഓവറാക്കി ചെയ്ത് കുളമാക്കിയിട്ട് ഒരു നാടകക്കാരൻ വന്നേക്കുന്നത്. ചുമ്മാ അല്ലടാ നിന്റെ നാടകം കാണാൻ ആരും വരാത്തത്. കുട്ടണ്ണ, നിങ്ങൾ എന്നെ എന്തിനാണ് പറഞ്ഞു, പക്ഷെ എന്റെ നാടകത്തോട്ട് കളിക്കരുത് കേട്ടാ, പറഞ്ഞേക്കാം. നാടകം കളിച്ച് നാട്ടുകാരെ നടി കൊള്ളുന്നതിനൊക്കെ നല്ലതേ സ്വന്തം പെണ്ണുമ്പിള്ളയെ നടി കൊള്ളുന്നതാ. അതാകുമ്പോ അവൾക്കെങ്കിലും കാണും എവിടെ കാണിച്ചെന്നുള്ള ബോധം. ഞാൻ മാത്രമല്ലേ കൊടുത്തോണ്ട് ഞാൻ ഇന്ന് ഇത് ബാക്കി കൂടി തീർത്തിട്ട് പോടി. ഹലോ മോനെ, സുഖമാണാ? ഓമ്മ സുഖം തന്നെ. മോനെ കഴിച്ചോ നീ? കഴിച്ച് പിന്നെ അമ്മ 2 ദിവസം കഴിഞ്ഞ് ഞാനങ്ങ് വരുവേ. എക്സാം കഴിഞ്ഞാ? ഓ എക്സാം ഒക്കെ കഴിഞ്ഞ്. എങ്ങനെ വരണ? അത് ട്രെയിനിലമ്മ വരുന്ന. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാബുണ്ണും കുട്ടമ്മനൊക്കെ അവിടെ ഉണ്ടാ? എന്നെ വിളിക്കാൻ വരാനായിരുന്നു. ഓ അതൊക്കെ രണ്ടും ഇവിടെ ഉണ്ട്. എന്തോന്നും പണി ഞാൻ പറഞ്ഞൂടാ. ഏത് ട്രെയിനിൽ വരണ മോയ്? ഹലോ ഹലോ മോനെ, ഷോ കട്ടായല്ല. ആരാ? കുക്കുമോനാ? ഓ കുക്കു. അത് ശരി. എപ്പോ വരുന്നവേ? മോൻ എക്സാം കഴിഞ്ഞ മറ്റന്നാ വരുന്നെന്ന്. അണ്ണൻ പോവൂലേ വിളിച്ചോണ്ട് വരാൻ? ബാബു വെകളെ, നീ പോവൂലേ വിളിച്ചോണ്ട് വരാൻ? ഇല്ല ഞാൻ പോവാ. ഇതേ മനുഷ്യ കുക്കുവാണ് വിളിച്ചത്. ഓ മറ്റന്നാങ്ങി വരും. കുടിക്കും മതിക്കാൻ നിക്കരുത്. പിള്ളേരെ, നിങ്ങളെ ബാഗും ബുക്കൊക്കെ എടുത്തോണ്ടെങ്കിൽ ഇറങ്ങി ചേട്ടന്റെ റൂമിൽ നിന്ന് വാ. നശിച്ച കറണ്ട്. നിങ്ങൾ ഇപ്പോഴും അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് 10-18 കൊല്ലം ആയില്ലേ. ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കിടന്ന് ഉറങ്ങിക്കേ.